ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ തിരക്കുകളും യാത്രകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും എടുക്കാനും ഒന്നും പറ്റുന്നില്ല. അപ്പം എന്തായാലും ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ഉടനെ ഞാനതൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. വെറുതെ പറയുകയല്ല, നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ പിള്ളേർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായാലും പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡും മുട്ടയുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 3 ബ്രെഡ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബട്ടർ ഒന്ന് പാനിലിട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും, അതായത് ബ്രെഡൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. ഞാനിവിടെ എടുത്തേക്കുന്നത് വീറ്റ് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡും ഉപയോഗിക്കാം. വൈറ്റ് ബ്രെഡിനെക്കാട്ടും കൂടുതൽ നല്ലത് വീറ്റിൻ്റെ ബ്രെഡ് തന്നെ കേട്ടോ ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയുള്ള മുട്ട എടുക്കാം. ഞാൻ ആദ്യം 2 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ 2 മുട്ടയുടെ ആവശ്യമുള്ളൂ. ആകെപ്പാട് 3 ബ്രെഡല്ലേ ഉള്ളൂ. അപ്പോൾ 2 മുട്ടയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് അടിച്ചൊന്ന് പതപ്പിച്ച് വെക്കാം കേട്ടോ. മുട്ട നന്നായിട്ട് അടിച്ച ശേഷം നമുക്ക് ബ്രെഡ് ഉണ്ടല്ലോ, ടോസ്റ്റ് ചെയ്ത ബ്രെഡും തണുത്തിട്ടുണ്ടാവും. നമുക്കതൊന്ന് ക്യൂബായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഏത് രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. കറക്റ്റ് ക്യൂബ് എന്നൊന്നും ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ ബ്രെഡ് പീസസ് എല്ലാം നമുക്ക് ആ മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് മുട്ടയ്ക്കകത്ത് കിടന്നങ്ങ് അലിഞ്ഞു പോകത്തില്ല, പീസായിട്ട് കിട്ടും കേട്ടോ. അതാണ് ഈ ടോസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഞാൻ ആദ്യം എടുത്ത പാൻ തന്നെയാണ് എപ്പോഴും എടുത്തേക്കുന്നത്. എന്നിട്ട് ചൂടായ ശേഷം അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറാണ് ഇതിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നത് കേട്ടോ. മറ്റേ നെയ്യാണെങ്കിലും എണ്ണയാണെങ്കിലും ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ബട്ടറിൽ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വലിയൊരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതൊന്ന് വഴണ്ട് അതിൻ്റെ കളർ പതുക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഒരുപാട് കൂടാതെ നോക്കണം. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടെല്ലാം വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് അത് വെന്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കരുത്. നമ്മൾ ബട്ടറിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മീറ്റ് മസാലപ്പൊടിയാണ്. മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി. മീറ്റ് മസാലയ്ക്കാണ് കുറച്ചും കൂടെ ടേസ്റ്റും കൂടുതൽ കേട്ടോ. അതിൻ്റെ കൂടെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല, എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ഇപ്പം കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ ബ്രെഡ്, അതായത് മുട്ടയ്ക്കകത്ത് കുറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് എല്ലാ മസാലയെല്ലാം ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട വെന്തിട്ടില്ല, അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഒന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡും മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം, ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് നെയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല, അതേപോലെ എണ്ണയ്ക്കകത്തും ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ബട്ടറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, പെട്ടെന്ന് പാത്രം കാലിയാകും കേട്ടോ. അങ്ങനത്തെ ഒരു ഐറ്റമാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ നമുക്കിത് വിളമ്പാം കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്